വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം. അത്രയും ഒരു ഡ്രീം ആയിട്ടുള്ളൊരു ക്രൂവിൻ്റെ കൂടെ ജൂഡ് ആൻ്റണി, ജോസഫ് ആഫ്റ്റർ 2018 എഡിറ്റിങ്ങിലാണെങ്കിൽ ചമ്മൻ ചാക്കോ, നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് ഓഫ് കോഴ്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബൈ ജെയ്ക്സ് ബിജോയ്. ഇത്രയും നല്ല ഒരു തുടക്കം അല്ലെങ്കിൽ ബിഗിനിങ് കിട്ടിയതിന് ശേഷം ആ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു മിഡ് മൂവി ആയിട്ടാണ് തോന്നിയത്. ആക്ഷൻ കൊറിയോഗ്രഫി എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് നല്ല ഗംഭീര ആക്ഷൻ കൊറിയോഗ്രഫി ആയിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഒരു നാട്ടിൽ ഒരു അച്ഛനും മോളും താമസത്തിനെത്തുന്നു. മോൾ ഒരു ദിവസം ബാങ്ക് ടെസ്റ്റിന് പോയിട്ട് തിരിച്ചെത്തുന്നില്ല. ഒരു മിസ്സിങ് കേസ് എന്നുള്ള രീതിയിൽ തുടങ്ങുന്ന ഒരു സിനിമ പിന്നീട് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് പോകുന്ന ഫസ്റ്റ് ഹാഫ് തന്നെ ആയിരുന്നു. ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. അതിനുശേഷം ഒരു ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിൽ നല്ലൊരു ഗംഭീര ഒരു ഇൻ്റർവെൽ ബ്ലോക്കോടെയാണ് സിനിമ നിർത്തുന്നത്. ആൻഡ് അതിനുശേഷം എന്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ലാത്ത പോലെയും ക്ലൈമാക്സിലോട്ട് എത്തിക്കാൻ വേണ്ടി കുറേ ആർട്ടിഫിഷ്യൽ സീനുകളും എല്ലാം ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ അവസാനം ആ ക്ലൈമാക്സിലോട്ട് എത്തിച്ചു എന്ന് വേണം പറയാൻ. കാരണം നല്ലൊരു ഫസ്റ്റ് ഹാഫ് കിട്ടിയിട്ട് നല്ലൊരു കിടിലൻ ഫസ്റ്റ് ഹാഫ് തന്നെ ആയിരുന്നു. നല്ല എൻഗേജിങ് ആയിട്ടുള്ള നല്ല ആകാംക്ഷ നിറഞ്ഞ ഒരു ഫസ്റ്റ് ഹാഫിന് ഒടുവിൽ സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് ഇനി പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനെ തന്നെ ഒന്ന് വലിച്ചു നീട്ടി അവസാനം ആ ക്ലൈമാക്സിലോട്ട് എത്തിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം സെക്കൻഡ് ഹാഫിൽ ഒരു റൈറ്റിംഗ് കുറച്ചുകൂടെ മെച്ചപ്പെടണമായിരുന്നു. നമുക്ക് സമീപകാലത്ത് ഇതേ ഒരു ടെംപ്ലേറ്റിൽ വന്നൊരു സിനിമയായിരുന്നു തമിഴിൽ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മൂവി ആണെങ്കിൽ നമുക്ക് എൻഗേജിങ് ആയിരുന്നു. അവർ ആ കൊണ്ടുവന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതൊരു ഫ്ലോയിൽ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഓഫ് കോഴ്സ് നല്ലൊരു ആക്ഷൻ കൊറിയോഗ്രഫി നമുക്ക് ഈ സിനിമയ്ക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഹൈ തോന്നുന്ന ഒരു ആക്ഷൻ രംഗങ്ങളൊക്കെ രണ്ടാം പകുതിയിൽ വരുമ്പോൾ ഒരു എഴുത്തിൻ്റെ ഒരു ഫാൾട്ട് കൊണ്ട് ഡൗൺ ആവുന്ന കാഴ്ചയാണ് നമ്മളായിട്ട്. എനിക്ക് ശരിക്കും സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് നമ്മുടെ ജോയ് ആൻ്റണി, നമ്മുടെ ആൻ്റണി പെരുമ്പോൻ്റെ മോൻ ആശിഷ് ജോയ് ആൻ്റണി, പുള്ളിയുടെ പെർഫോമൻസ് ആയിരുന്നു. നന്നായി ആക്ഷൻ അടിപൊളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. ഭയങ്കര സ്ക്രീനിൽ അത്യാവശ്യം കൊള്ളായിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് നമുക്ക് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ ശാക്തീകരണ ക്ലാസ്സുകൾ എടുക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഒരു ഏച്ച് കിട്ടിയ കുറേ സീനുകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുന്ന സമയത്ത് അവർക്ക് എന്താ ചെയ്യണം എന്നറിയാത്ത പോലെ എങ്ങനെയെങ്കിലും ആ ഒരു സെക്കൻഡ് ആക്ട്, അതായത് വില്ലൻ നായികയെ നേരിടുന്നു, നായിക വില്ലനെ നേരിട്ട് ആ ഒരു പോയിന്റിൽ നിന്നും പിന്നീടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വില്ലൻ അങ്ങോട്ട് പോയി പിന്നീട് വില്ലൻ തിരിച്ചു വരുന്ന രീതിയിൽ ആ ഒരു ഗ്യാപ്പിനുള്ളിൽ ഫില്ല് ചെയ്യുന്ന പോലെ കുറച്ച് സീനുകളും ഒരു ക്യാമിയോയും എല്ലാം കൊണ്ടുവന്നിട്ട് സിനിമ അത്യാവശ്യം അങ്ങനെ കൊണ്ടുപോയിരിക്കുകയാണ് സിനിമ മൊത്തത്തിൽ. അല്ലാണ്ട് ഒരു ഫ്ലോ ഒന്നും സിനിമ സെക്കൻഡ് ഹാഫിൽ കിട്ടുന്നില്ല. ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഒരു ക്ലാസ് എടുക്കുന്ന പോലെ, ഉദാഹരണത്തിൽ ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ വരുന്ന നാട്ടുകാർ ഗോസിപ്പ് പറഞ്ഞു വരുത്തുന്ന സീനായാലും ആൻഡ് പോലീസ് ഓഫീസർ ഇപ്പോൾ മറ്റേ ഒരു മീറ്റിങ്ങിൽ പറയുന്ന സീനാണെങ്കിൽ അതൊന്നും അത്യാവശ്യം ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്നതായിരുന്നില്ല. വളരെ ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ടായിരുന്നു. അവസാനം എത്തുമ്പോൾ നമുക്ക് നായിക ഫൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഗൂസ് ബംസ് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. കാരണം വീക്കിലി റിട്ടേൺ ആയതുകൊണ്ടാണ്. കാരണം ഫസ്റ്റ് ഹാഫിൽ അത് നിർത്തിയ ഇടത്തുനിന്ന് തുടങ്ങുമ്പോൾ ഒരു നല്ലൊരു ഫീലായിരുന്നു. പിന്നീട് അത് ആ ഒരു ഫോളോ അപ്പ് ചെയ്തില്ല. കാരണം അതൊന്നും ചെയ്യാനും ഇല്ല. ദേ ഹാവ് ടു കുറേ കൂടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ കൊണ്ടുവരണമായിരുന്നു. അതിനെ വിട്ടിട്ട് ഇപ്പോൾ ഫുള്ള് ക്ലാസ്സുകൾ പോലെ ഒരു പ്രത്യക്ഷത്തിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്ത്രീ ശാക്തീകരണ ചിത്രമാണ്. സ്ത്രീ ആണെങ്കിൽ ഈ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ള രീതിയിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ന്യൂസ് ചാനലിന് ലൈവായിട്ട് ഇൻ്റർവ്യൂ എടുക്കണം, വില്ലനെ വെല്ലുവിളിക്കുക, വില്ലൻ തിരിച്ച് വന്ന് ഇത് കണ്ടിട്ട് അടിക്കാൻ വീണ്ടും വരിക, അങ്ങനെ തുടങ്ങിയ ഒരു ഒട്ടും കണക്റ്റ് ആകാത്ത കുറേ സീനുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ. അത് ഈ സിനിമയെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുമുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നല്ലൊരു ടെക്നിക്കൽ സൈഡ്, എഡിറ്റിംഗ് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ ആണെങ്കിലും എല്ലാത്തിലും ഉപരി ഒരു അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എത്തേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു തുടക്കം. പക്ഷേ ഇപ്പോൾ ഒരു മിഡായിട്ടുള്ളൊരു തുടക്കമാണ് വിസ്മയ മോഹൻലാൽ ഉണ്ടായിരുന്നത്. വിസ്മയ മോഹൻലാലിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ സീൻസിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സീൻസിൽ ഡയലോഗ് ഡെലിവറി ഒക്കെ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ഇമോഷണൽ സീൻസുകളും പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിലൊരു ആവറേജ് മൂവിയാണ് തുടക്കം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ക്യാമിയോനെ കുറിച്ച് നമ്മളെന്താ പറയുക, ശീലമായി പോയി ഈ ക്യാമിയോ. സോ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല.